ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. നമ്മൾ അബ്രഹാമിൽ തുടങ്ങി ക്രിസ്തു വരെയുള്ള വംശാവലിയാണ്. ഓരോരുത്തരും ദൈവം എന്തിനു തെരഞ്ഞെടുത്തു, ദൈവിക ഉദ്ദേശം എന്തായിരുന്നു, അതിൽ കൂടി എന്താണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്, ഇത്യാദി കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിൽ എനിക്ക് തന്ന വെളിപ്പാടനുസരിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ ഈ വചനത്തിന്റെ സത്യസന്ധത എന്ന് പറയുന്നത് നമുക്ക് വായിക്കുമ്പോൾ മറ്റുള്ള ഒരു മതഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തതുപോലെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ഒന്നും മറച്ചു വെച്ചു, ദൈവം ഒന്നും മറച്ചു വെച്ചു. ലെറ്റ് ഇറ്റ് ബി ദേർ എന്ന് പറഞ്ഞാൽ എന്തു സംഭവിച്ചോ അത് അതേപോലെ തന്നെ ദൈവത്തിന്റെ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. മനുഷ്യർ ആണ് ഇത് എഴുതിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലാണ് ഇത് എഴുതപ്പെട്ടുവെങ്കിൽ, അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് പരിശുദ്ധനായ ദൈവത്തെ കുറിക്കുകയും ദൈവത്തിന്റെ വംശാവലിയെ കുറിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിനകത്ത് അശുദ്ധമായ വാക്കുകളോ അശുദ്ധമായ വ്യക്തികളോ ഒന്നും പറയരുത്. അവരെന്ത് ചെയ്തതിന് വെട്ടിക്കളഞ്ഞതിന്. പക്ഷെ അങ്ങനെയല്ല, ദൈവശ്വാസീയമായ തിരുവെഴുത്തുകൾ ദൈവം എന്താഗ്രഹിച്ചോ അത് തന്നെയാണ് വന്നിരിക്കുന്നത്. മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ടും ഇന്നത്തെ സാംസ്കാരിക നിലവാരവും കാലഘട്ടവും അനുസരിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ പലതും നമുക്ക് ഉൾക്കൊള്ളുവാൻ പ്രയാസമുള്ളത്. പക്ഷെ ഉൾക്കൊണ്ടേ പറ്റുകയുള്ളൂ. കാരണം കർത്താവ് എന്താഗ്രഹിച്ചു എന്ന്. അപ്പോൾ ഇവിടെ ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു എന്ന്. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 29-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവൻ സാധുശീലനും കൂടാരവാസിയുമായിരുന്നു എന്നാണ്. 40-ാമത്തെ വയസ്സിൽ വിവാഹിതനായിരിക്കുന്ന ഇസ്ഹാക്കിന്റെ ഭാര്യ റെബേക്ക മച്ചിയായിരുന്നു. 60-ാമത്തെ വയസ്സിലാണ് അവൻ 2 കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് 20 വർഷവും ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? ഈ സഹോദരിക്ക് വേണ്ടി കണ്ണീരോട് പ്രാർത്ഥിച്ചു. ഏത് സഹോദരങ്ങൾ പ്രാർത്ഥിക്കും ഇക്കാലങ്ങളിൽ? നമ്മുടെ സഹോദരികളുടെ ജീവിതത്തിൽ കുറവുകൾ അല്ല, ജീവിതത്തിൽ ആരോഗ്യപരമായ ഇതുണ്ട്, പ്രശ്നങ്ങളുണ്ട്, രോഗമുണ്ട്, പ്രതിസന്ധികളുണ്ട്, അല്ലെങ്കിൽ അവൾ മക്കളെ പ്രസവിക്കുന്നില്ല, അല്ലെങ്കിൽ ബലഹീനതകളുണ്ട്. അത് പരിഹരിക്കുവാൻ ദൈവസന്നിധിയിൽ ആരെത്രത്തോളം കാലം പ്രാർത്ഥിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ? അല്ലെങ്കിൽ ഏത് ഭാര്യ തന്റെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് ചെയ്യും? വളരെ ചുരുക്കം, ഇല്ല എന്നല്ല, വളരെ ചുരുക്കം ത്യാഗം സഹിക്കുന്ന സഹോദരിമാർ ഉണ്ട് എന്നുള്ളത് വളരെ സത്യം. നിശബ്ദരായി ദൈവത്തിന്റെ ദൈവത്തിന്റെ ഹിതമാണ്, അല്ലെങ്കിൽ എൻ്റെ വിധിയാണ് എന്ന് കണ്ടുകൊണ്ട് കഷ്ടങ്ങൾ സഹിക്കുന്ന സഹോദരിമാർ ഇല്ലാതില്ല ദൈവകൃപയിൽ നിൽക്കുന്നവർ. പക്ഷേ പലരും അങ്ങനെ അല്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ യേശാവ് വനസഞ്ചാരിയും വേട്ടയിൽ സമർത്ഥനും എന്ന് പറഞ്ഞ ഒരു പോരാളിയായിരുന്നു, ധൈര്യശാലിയായിരുന്നു. പക്ഷെ ദൈവം ഈ ധൈര്യശാലിയും പോരാളിയും ഒന്നുമല്ല. ദൈവത്തിന്റെ വചനം ആദ്യോടൊന്നും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്. ജ്ഞാനികൾ, സങ്കീർത്തനത്തിൽ പറഞ്ഞ ജ്ഞാനികളെ നശിപ്പിപ്പാൻ ദൈവം അജ്ഞാനമായതും അജ്ഞാനിയും തിരഞ്ഞെടുത്തു വന്നിരിക്കുന്നു. ആമീസൂത്രം ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ ദൈവം ബലം നിയമിച്ചു എന്നിരിക്കുന്നു. ജ്ഞാനികളെയും പടയാളികളെയും പോരാളികളെയും ഒന്നും അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ട സാധുശീലത്വമുള്ളവരാണ്. അപ്പോൾ വംശാവലിയിൽ ആര് വന്നിരിക്കുന്നു? ഇസ്ഹാക്കിന് രണ്ടുപേരും ഒരുപോലെ പുറത്തു വന്നവരാണ്. അല്പ വ്യത്യാസം, ഒരു സെക്കൻഡ് മുമ്പിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ കർത്താവ് ചേർത്തത് ആരെയാണ്? യാക്കോബിനെയാണ്. യാക്കോബിന്റെ സ്വഭാവം എന്താണ്? സാധുശീലം, കൂടാരവാസം. ഈ സാധുശീലനും കൂടാരവാസിയുമായി ഇവൻ ഇങ്ങനെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ, വീട്ടിൽ ചില മക്കളുണ്ടല്ലോ, അമ്മയുടെ കൂടെ അടുക്കളയിൽ പായസം ഉണ്ടാക്കുന്നു, ഇറച്ചി ഉണ്ടാക്കുന്നു, കോവയ്ക്ക തോരൻ ഉണ്ടാക്കുന്നു, കോവയ്ക്ക മെഴുക്കു. യവന്മാരിങ്ങനെ ഇവർക്ക് ഇങ്ങനെ അമ്മ ഉണ്ടാക്കുന്നതെല്ലാം കണ്ട് പഠിച്ച് അത് ഉണ്ടാക്കി അമ്മയുടെ കൂടെ ഇങ്ങനെ താമസിച്ച് ഇങ്ങനെ. ഇവരുടെ ചിന്ത എന്താണ്? എനിക്ക് പുറത്തൊന്നും പോകണ്ട, എനിക്ക് ജീവിതമില്ല, എനിക്ക് ലോകമില്ല, എനിക്കൊന്നിനും പ്രാപ്തനാണ് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ എന്ത് വരുന്നത്? പണി വരുന്നത്. നിക്കാൻ വയ്യ. അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് എന്ത് ചെയ്തു? രായ്ക്ക് രാമാനും ഓടിയെന്ന. സാധുശീലനും കൂടാരവാസിയുമായ കൊച്ചു പയ്യനെ രായ്ക്ക് രാമാനും ലാവാന്റെ വീട്ടിലേക്ക് ഓടി. കുറെ യാത്ര ചെയ്താലേ ലാവാന്റെ വീട്ടിലെത്തുകയുള്ളൂ. ഏലിയാസർ പണ്ടൊന്ന് പോയതാ ആൾക്കാരുമായിട്ട്, ഒട്ടകങ്ങളും കഴുതകളും കുതിരകളുമായിട്ട് സൈന്യവുമായിട്ട് ലാവാനൊന്ന് പോയതാ. കുറെ ദൂരമുണ്ട് യാത്ര. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ജ്യേഷ്ഠൻ എന്ത് ചെയ്യും? നല്ല മൂർച്ചയുള്ള വാളും
നല്ല കട്ടാരിയൊക്കെ ആയിട്ട് അതൊക്കെ ഉപയോഗിക്കാനുള്ള സമർത്ഥന. കാരണം കാട്ടിലാണ് ഇത് 24 മണിക്കൂറും വേട്ടയാടി. അവനൊരു ഹാരമാണ്. ഓരോരുത്തർക്ക് ചിലതിന് അഡിക്റ്റ് ആണ്. ചിലർ അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവകൃപയിലായിരുന്നിട്ടും മദ്യപിക്കുന്നവരെ എനിക്ക് കാണാൻ കഴിയും, പുകവലിക്കുന്നവരെ കാണാൻ കഴിയും. ദൈവകൃപയിൽ ഒരു ഞായറാഴ്ച എന്ത് ചെയ്യും? പ്രാർത്ഥനയ്ക്ക് അവർ പോവുകയും ചെയ്യും. പല പല സഭകളിൽ ഞാൻ കടന്നുപോയി ജീവിതത്തിന്റെ അനുഭവം കൂടി ശുശ്രൂഷയ്ക്കായി കടന്നു പോയതുകൊണ്ട് വളരെ വ്യക്തമായി അറിയാം. സഹോദരിമാർ പറയാറുണ്ട്, എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്നു, പക്ഷെ കടന്നു വരുന്നുണ്ട്. എൻ്റെ ഭർത്താവ് പുകവലിക്കുന്നുണ്ട്, ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല, കടന്നു വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു ഓരോരുത്തരും അഡിക്റ്റ് ആയിരിക്കുകയാണ്. പലതിനും മദ്യത്തിന്, മയക്കുമരുന്നിന്, പുകവലിക്ക്, പോണോഗ്രാഫി, മൊബൈലിൽ ആവശ്യമില്ലാത്തത് കാണുക. അത് മണിക്കൂറുകളോളം അവർ നെറ്റ് റീചാർജ് ചെയ്യുന്നത് അതിനാണ്. മ്ലേച്ഛമായത് കാണുക. ഇതൊന്നും ആരും കാണാതാണ് അവർ ചെയ്യുന്നത്. അവരുടെ മുറിയിൽ കയറി വാതിലടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ. ഈ ജഡത്തിന് വേണ്ടി ചിന്തിക്കുന്ന ജഡത്തിന് ഈ കുത്തു വരുന്ന എന്താണെന്നറിയാം? അമിത ആഹാരം കഴിക്കുന്നതുകൊണ്ട് ഭോഗാസക്തി മനുഷ്യ ശരീരത്തിൽ കൂടും. അതുകൊണ്ട് ഈ ഭോഗാസക്തി ഒഴിവാക്കുവാൻ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കണം. ഭർത്താവും ഭാര്യയും തമ്മില് വളരെ അടുക്കും ചിട്ടയോടുള്ള ജീവിതം അങ്ങോട്ട് നയിച്ചു കഴിഞ്ഞാല് ഇതിനെ ഓവർകം ചെയ്യാനുള്ള ദൈവത്തിന്റെ കൃപ തന്നെത്താൻ. അതിനുവേണ്ടിയാണല്ലോ വിവാഹ ജീവിതം തന്നെ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദുർനടപ്പ് ഒഴിവാക്കുവാൻ, സന്തതി ജനിപ്പിക്കുവാൻ, ഇങ്ങനെ പലതും. അബ്രഹാമിനെ തെരഞ്ഞെടുത്തിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്നറിയാമോ? സത്യദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഞാൻ കഴിഞ്ഞ 2 സ്നേഹ സന്ദേശത്തിലും പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിക്കുന്നു. സത്യദൈവത്തെ വെളിപ്പെടുത്തും, സത്യാരാധന വെളിപ്പെടുത്തുവാൻ ലോകത്തിലേക്ക് അയക്കപ്പെടേണ്ട മനുഷ്യപുത്രൻ ഒരു നല്ല കുലത്തിലും ഗോത്രത്തിലും ജനിക്കുവാൻ, നല്ല കുലത്തിലും ഗോത്രത്തിലും ജനിക്കുവാൻ വേണ്ടി അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് അങ്ങനെ ആക്കി തീർക്കുകയാണ് ചെയ്തത്. പരിച്ഛേദനയിൽ കൂടി അവനെ ദൈവത്തിന്റെ സ്വന്തമാക്കി. മാത്രമല്ല ദൈവം അവനെ സ്നേഹിതനായി കരുതുകയും ചെയ്തു. അതിനുള്ള മേന്മകളും ക്വാളിറ്റികളും കൃപയാൽ ദൈവം അവന്റെ ഉള്ളിൽ കൊടുക്കുവാൻ കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതൽ, ദൈവത്തിന്റെ സ്നേഹിതരും, കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്റെ സ്നേഹിതരും കൂടെയാണെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ദൈവമാണോ ദൈവപുത്രനാണ് പറഞ്ഞത് നിങ്ങൾ എന്റെ സ്നേഹിതർ. നമുക്ക് കർത്താവിന്റെ സ്നേഹിതരായിരിക്കുന്നെങ്കിൽ സ്നേഹിതരിൽ നിന്ന് കിട്ടുന്ന ചില മൂല്യങ്ങൾ ഉണ്ടാകും. സ്വത്രം അവരിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന ചില നല്ല കാര്യങ്ങൾ, നല്ല സ്നേഹിതരിൽ നിന്ന് നല്ലത് പഠിക്കാം. പ്രാർത്ഥന ജീവിതമുള്ള, ഉപവാസ ജീവിതമുള്ളവരും, നല്ലത് സംസാരിക്കുന്നതും നല്ലതിനു വേണ്ടി ജീവിക്കുന്നവരുമായ വ്യക്തി ജീവിതങ്ങളുമായി നീ കൂട്ടുകൂടിയാൽ നീ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, തലമുറ അനുഗ്രഹിക്കപ്പെടും. കഴിഞ്ഞ സ്നേഹ സന്ദേശത്തിൽ ഇസാക്കിനോട് ദൈവം പറയുന്ന ഒരു വാക്ക്, നിന്റെ പിതാവായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പിതാവ് ചെയ്ത നന്മ കൊണ്ട് അനുഗ്രഹിക്കപ്പെടും. ആ പിതാവ് ഒരുപാട് കഷ്ടങ്ങൾ, എന്നാൽ ഒരു സാധാരണ മനുഷ്യനായിരുന്നു ആ പിതാവ്, ഭയമുള്ളവനായിരുന്നു. ഇവിടെ ഇവനും മൂന്നാം തലമുറയിലേക്ക് വരുമ്പോൾ യാക്കോബ് ആരാണ്? ഭയമുള്ളവനാണ്. തന്റെ സഹോദരനെ ഭയപ്പെട്ടവൻ രാമാനം ലാബാന്റെ തമ്മിൽ അമ്മാച്ചന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. അവനെ പോലെ പിഴച്ചവൻ, ലാബാനെ പോലെ പിഴച്ചവനില്ല. ഇതുപോലെ ദ്രവ്യാഗ്രഹമുള്ള ഒരു മനുഷ്യൻ. പാവപ്പെട്ട യാക്കോബ് പറയുന്നത്, സാധുവായിരിക്കുന്ന മനുഷ്യൻ പറയുന്നത്, 10 പ്രാവശ്യം നീ അമ്മയെ കൊണ്ടും അപ്പനെ കൊണ്ടും എന്നോട് സത്യം ചെയ്തിട്ട് 10 പ്രാവശ്യമാണ് നീ ആ സത്യത്തിൽ നിന്ന്, ആ ഉടമ്പടിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. നീ ഒരിക്കലും നടക്കില്ല. കർത്താവ് അവനോട് വെളിപ്പെട്ട് കഴിഞ്ഞ കർത്താവിനോട് പ്രത്യക്ഷനായവനോട് പറഞ്ഞു, ലാബാൻ നിന്നോട് കാണിക്കുന്ന ഈ മുഴുവൻ ദോഷകരമായ പ്രവൃത്തികൾ ഞാൻ കണ്ടിരിക്കുന്നു യാക്കോബേ. അതുകൊണ്ട് ഈ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തിട്ട് നിന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് നിനക്ക് മടങ്ങി പോകേണ്ടതുണ്ട്. നിന്നെ ഞാൻ അനുഗ്രഹിക്കുക. എന്നും അനുഗ്രഹിക്കാതൊന്നും ഇരിക്കത്തില്ല ദൈവം, കേട്ടോ. ഇന്ന് എനിക്ക് പട്ടിണിയാണെങ്കിൽ നാളെ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഒന്നുമില്ലായ്മയിൽ കഴിഞ്ഞ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ രക്ഷിക്കപ്പെട്ട നാളുകളിൽ. പക്ഷെ എന്റെ ജീവിതത്തിലേറെ ഉയർത്തിയ ഒരു ജീവിത സാഹചര്യവും എനിക്കുണ്ടായിരുന്നു. 5 സ്റ്റാർ ഹോട്ടലുകളിലും 7 സ്റ്റാർ ഹോട്ടലുകളിലും കമ്പനിക്ക് വേണ്ടി കമ്പനി നിന്ന് പണം ചിലവഴിച്ച് ഞാൻ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുകയും സ്വയം ഭക്ഷണം കഴിക്കുകയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ വേലക്കാരനായതിനു ശേഷം ജീവിതത്തിൽ പലപ്പോഴും ആമീസൂത്രം ശൂന്യതകളിലേക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിലും ആമീസൂത്രം അവിടെ ഒന്നും കൈവിട്ടില്ല. ഇന്ന് വരെയും ആമീസൂത്രം പട്ടിണി കിടക്കുവാൻ ഇടയാക്കാതെ, കുഞ്ഞുങ്ങളെ പട്ടിണിക്ക് ഇടയാക്കാതെ ദൈവം പുലർത്തി. യാക്കോബ് പോയി ലാബാൻ അവനോട് തിന്മ ചെയ്തുവെങ്കിലും ആമീസൂത്രം യേശുവിന്റെ പിതാവായി തീരുവാൻ, ഇസ്രായേൽ ഗോത്രങ്ങളുടെ പിതാവായി തീരുവാൻ ദൈവം അവനെ തെരഞ്ഞെടുത്തത് കൊണ്ട് ദൈവം അവനോട് കൂടെ ഇരുന്ന് അവനെ വഴി നടത്തി അവനെ അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ പൈതലെ, യാക്കോബിനെ പോലെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നമുക്ക് ജീവിക്കാം. നിനക്ക് പ്രതിഫലം എവിടെ നഷ്ടപ്പെടുന്നു അതിന്റെ 1000 ഇരട്ടി അപ്പുറത്ത് നിനക്ക് പ്രതിഫലം തരുവാൻ
അവൻ നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് നിനക്ക് ഉപദേശം തരികയും വഴി കാണിക്കുകയും ചെയ്യും. വചനങ്ങളാൽ ദൈവം നമ്മളെ